എന്തിനാ കരയണ? അമ്മ പറയണ കേക്ക്. ഇങ്ങനൊക്കെ എല്ലാവർക്കും കൂടെ നമ്മ ഒരുമിച്ച് നമുക്ക് കാറി പോവാം കേട്ടാ. കോയമ്പത്തൂർ പാർട്ട് 1 വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുഞ്ഞു അത് കണ്ട ആ വീഡിയോ കണ്ട ഒരു റിയാക്ഷനാണ് നമ്മൾ ഫസ്റ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ആൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല, സെറ്റായി. നമ്മൾ വന്ന ഫംഗ്ഷനെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കിടിലനായിരുന്നു. നിങ്ങൾ കോയമ്പത്തൂർ വശത്തേക്കൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗീത ക്യാൻറ്റീൻ ട്രൈ ചെയ്ത് നോക്കിക്കോ. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ സൂപ്പറാണ് അവിടെ. ലഞ്ച് അന്ന് ഇതിനും കഴിച്ചിട്ടുണ്ട്. ഇന്ന് ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന്റെ വിഷ്വൽസാണ് നിങ്ങൾ കണ്ടത്. ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കോയമ്പത്തൂരിൽ തന്നെ ഏറ്റവും ബിസിയസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള ടൗൺ ഹാളിലേക്കാണ് പോണത്. അപ്പൊ ടൗൺ ഹാളിലേക്ക് എന്താ വെച്ചാൽ അവിടെ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ്. ഇഷ്ടംമാതിരി ഹോൾസെയിലും റീറ്റെയിൽ ആയിട്ടുള്ള കടകളൊക്കെ ഉണ്ട്. എല്ലാ സാധനങ്ങളും അവിടെ നിന്നാണ് ഒട്ടുമിക്ക ആൾക്കാരും പർച്ചേസ് ചെയ്യണത്. അപ്പൊ നമ്മളെ അവിടെ ഷോപ്പിലേക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ട് നമ്മൾ ഓൾറെഡി അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചും കൂടി സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധനങ്ങളെല്ലാം കിട്ടുമോ നോക്കാൻ വേണ്ടി പോണാണ്. അപ്പൊ നമ്മൾ അവിടുത്തെ കടകളൊക്കെ കാണിച്ചു തരാം. ഭയങ്കര റഷായിരുന്നു. ഉക്കടം, ടൗൺ ഹാള്, ആ ഒരു ഏരിയയൊക്കെ ഭയങ്കര തിരക്ക് തന്നെയായിരുന്നു. സൺഡേ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. പിന്നെ ഈ ഒരു ഏരിയ ഫുള്ള് ഫേമസ് ആയിട്ടുള്ള കടകളാണ്. പോത്തീസ്, ഗണപതി സിൽക്ക്. അവിടെ ഹോൾസെയിൽ ഷോപ്പിങ്ങിനും കടകളിലേക്കൊക്കെ വരുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു നല്ല രീതിയിലുള്ള ഒരു പാർക്കിംഗ് ഫെസിലിറ്റി തന്നെ അവരവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ നമ്മുടെ കീ ഒക്കെ അവിടെ മേടിച്ച് വെച്ചിട്ട് അവർ ടൈമിനനുസരിച്ചുള്ള ചാർജാണ് പേ ചെയ്യേണ്ടത്. നമ്മൾ 2 hours ഒക്കെ ഇട്ടാലും നമുക്ക് 20 rupees ഒക്കെ ആവുന്നുണ്ടായിരുന്നുള്ളൂ പാർക്കിംഗ് ഫീസായിട്ട്. നമ്മൾ യൂഷ്വലി വരാറുള്ള ഷോപ്പൊന്നും ഉണ്ടായിരുന്നില്ല സൺഡേ ആയതുകൊണ്ട് തന്നെ. പിന്നെ നമ്മൾ ഇവിടെ കുറേ ഷോപ്സ് അല്ലാണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കടയിൽ കയറിയിട്ടാണ് നമ്മൾ പർച്ചേസൊക്കെ ചെയ്തത്. അവിടുത്തെ സ്റ്റാഫൊക്കെ ആണെങ്കിലും നല്ലതായിരുന്നു. നമുക്ക് മാക്സിമം സാധനങ്ങളൊക്കെ എടുത്ത് കാണിച്ചൊക്കെ തരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഒത്തിരി സാധനമൊന്നും പർച്ചേസ് ചെയ്തില്ല കേട്ടോ. 2 വീലറിലാണ് നമ്മൾ പോയെന്ന് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം കുറവ് സാധനങ്ങളാണ് എടുത്തത്. അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ നമുക്ക് ഷോപ്പിലേക്ക് വേണമായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്തിട്ട് നമ്മൾ പോന്നു. സാധനങ്ങളൊക്കെ കിട്ടി? കിട്ടി ചേട്ടാ. എങ്ങനെ ലാഭമുണ്ടോ? ലാഭമുണ്ട്. കുറേ ഷോപ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഷോപ്പിലേക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളായതുകൊണ്ട് നമ്മൾ പിന്നെ മൈൻഡ് ചെയ്തില്ല. ഇലക്ട്രിക്കൽ ഷോപ്പ്, ക്ലോത്തിങ്, ഇങ്ങനെയുള്ള കുറേ ഷോപ്സ് ഓപ്പൺ ആയിരുന്നു. നല്ല രീതിക്ക് തന്നെ ഞങ്ങൾ വെയിലൊക്കെ കൊണ്ട് ടയേർഡായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു കടയിൽ കയറി 2 ഫ്രഷ് ജ്യൂസ് ഒക്കെ മേടിച്ച് കുടിച്ചു. ടൈം ഉച്ചയായി. ഷോപ്പിംഗ് ഇപ്പോഴാണ് കഴിഞ്ഞത്. കാരണം സൺഡേ ആണ് കുറെ കടയൊന്നും ഉണ്ടായില്ല. കടകൾ അന്വേഷിക്കേണ്ടി വന്നു. നമ്മ നേരത്തെ എടുത്ത കടകളൊന്നും ഇന്ന് ഉണ്ടായില്ല. ഇത് KSRTC ഭയങ്കര ചൂട്, ഭയങ്കര വെയില്. തമിഴ്നാട് ചൂടറിയാല, സീനാണ്. കാറായിട്ട് ഈ മാർക്കറ്റിനുള്ളിൽ പോണ പോസിബിൾ ഇല്ലാത്തതുകൊണ്ട് കാറ് നമ്മ പാർക്കിങ്ങിൽ ഇട്ടിട്ട് നടന്നാ പോയത്. ഷോപ്പിംഗ് ഒരു കഴിഞ്ഞ് നമ്മ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ എടുത്ത് ഇനിയിപ്പോ ഫുഡ് കഴിക്കാനുള്ള ടൈമായി. അപ്പൊ ഫുഡ് കഴിക്കാൻ പ്ലാനിലാണ്. കോയമ്പത്തൂരിൽ തന്നെ മോസ്റ്റ് ഹൈപ്ഡ് ആയിട്ടുള്ള ബിരിയാണി സെന്ററിലാണ് പോണത്. ഏതാ കട? ഏതാ? SS ഹൈദരാബാദ് ബിരിയാണി. അത് ചെന്നൈ സ്റ്റൈൽ ബിരിയാണിയാണ്. ചെന്നൈ ബേസ്ഡാണ് ബിരിയാണി. അവിടെ ചെന്ന് നോക്കട്ടെ. തിരക്കായിക്കുന്നൊക്കെ പറഞ്ഞ. എന്തായാലും ചെന്ന് നോക്കാം. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ റഷ് സാധ്യത ഉണ്ട്. പോയി നോക്കാം എന്തായാലും. ഈ വഴിയിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി ബിരിയാണി സ്പോട്ട് കാണാൻ പറ്റും. പക്ഷേ ഈ ബിരിയാണിയൊന്നും അല്ല നമ്മൾ മേടിക്കണത്. നമ്മൾ മേടിക്കണത് ഇല്ലേ അങ്ങ് കാണുന്ന ആ റെഡ് കളർ ബോർഡിലെ SS ബിരിയാണി, അതാണ് അവിടെ നിന്നാണ് നമ്മൾ മേടിക്കാൻ പോണത്. ബില്ലിംഗ് കൗണ്ടർ വേറെ. ഇവിടെ തിരക്കാണ്, ഭയങ്കര തിരക്കണ്ട. നമുക്ക് പാർസൽ അടിച്ചിടുമ്പോ നിക്കാറില്ല. അവിടെ ക്യൂ ഒക്കെയാണ്. നമുക്ക് അവിടെ നിന്ന് പാർസൽ അടിച്ചിടുമ്പോ അവിടെ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്ടാ. വണ്ടി ഇടാൻ പോലും സ്ഥലമില്ല. അനിയൻ പോയിട്ടുണ്ട് ബിരിയാണി അടിക്കാൻ. അവൻ പാർസൽ അടിച്ചിടും വരാന്ന് പറഞ്ഞു. അമ്മ വേറെ ഏതൊരു കടേന്റെ ഒക്കെ വാതിക്കലിലൊക്കെ കൊണ്ടുവന്നിട്ടാണ് അവിടുത്തെ സെക്യൂരിറ്റിനോട് വെച്ചിട്ട്. അത് മര്യാദക്കൊന്നല്ല, വണ്ടി ഇങ്ങനെ വെർട്ടിക്കലൊക്കെ ആയിട്ട് ഇട്ടാണ്. സ്ഥലമില്ല, വണ്ടി ഇടാൻ പോലും സ്ഥലമില്ല. ഭയങ്കര തിരക്കാണ് റോട്ടില്. അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണി സെൻറ്റർ, SS ഹൈദരാബാദി ബിരിയാണി. ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയായിട്ട് നമ്മുടെ പാഴ്സൽ കൗണ്ടർ ഉണ്ട്. അപ്പോൾ നമ്മുടെ ബില്ലിങ്ങും കാര്യങ്ങളും നമ്മൾ പാഴ്സലൊക്കെ മേടിക്കേണ്ടത് ഇവിടെ നിന്നാണ്. ഈ ക്യൂ കാണുന്നത് നമ്മൾ ആ ക്യൂവിൽ നിന്ന് വേണം ടോക്കൺ എടുത്ത് നമ്മൾ മേടിക്കാനായിട്ട് കേട്ടോ. പാഴ്സൽ മേടിക്കാനും ക്യൂ ഉണ്ട്. പിന്നെ ഇതേപോലെ ചെമ്പ് കണക്കിനാണ് അവിടെ ബിരിയാണി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്.
അത് നിങ്ങൾക്ക് കാണാം. ആ ഒരു പ്ലേറ്റ് കണ്ട, അത് നിറയാണ് ഒരു ബിരിയാണി എന്ന് പറയുന്നത്. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പോണ വഴി, നമ്മുടെ വീട്ടിലേക്ക് പോണ വഴിയുള്ള റെസ്റ്റോറൻ്റാണ് ഇത്, മജ്ലീസ് എന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്ന് നമ്മൾ അൽഫാമൊക്കെ മേടിച്ചിട്ടാണ് തിരിച്ച് വീട്ടിൽ പോയത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി തിരിച്ച്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട് കാണിച്ചു തരാമെന്ന്. ഇതാണ് നമ്മുടെ വീടിൻ്റെ എൻട്രൻസ്. സൈഡിലൊരു ചെറിയ ഗേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലെ നമ്മളിപ്പോൾ മുകളിലാണ് സ്റ്റേ ചെയ്യണം. താഴത്തെ റൂംസ് ഉണ്ട്, അവിടെ ആരും നിൽക്കാറില്ല. ഇപ്പോൾ മുകളിൽ പണിതതിന് ശേഷം എല്ലാവരും മുകളിൽ തന്നെയാണ്. നമ്മുടെ കിച്ചൺ അടിപൊളിയാണ്. നമ്മുടെ ഇവിടുത്തെ ബാൽക്കണി എന്ന് പറയുന്നത്. ബാൽക്കണി എന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് നിൽക്കാനായിട്ട് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് നൈറ്റ് ടൈം അല്ലെങ്കിൽ മോർണിംഗ് ടൈമിലാണ് കേട്ടോ. ഭയങ്കര തണുപ്പായിരിക്കും, നല്ല കാറ്റുമാണ് അവിടെ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ബിരിയാണി കഴിക്കാനിരുന്നു. കണ്ട, ഒരു ബിരിയാണിയുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇത്രയും ഉണ്ടാവും. ഒരു എഗ്ഗ് ഉണ്ടായിരുന്നു, പീസും അത്യാവശ്യം കുറേ ഉണ്ട് കേട്ടോ. ഒരു ബിരിയാണി എന്ന് പറയുന്നത് 2 പേർക്ക് അല്ലെങ്കിൽ 3 പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റിയിലാണ് ബിരിയാണി ഉള്ളത്. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിരിയാണിയുടെ ഒപ്പം ബ്രെഡ് അലുവ ഫ്രീ ആയിട്ട് കിട്ടും. അതും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ എക്സ്ട്രാ ചോദിച്ചായിരുന്നു, ഒരു എക്സ്ട്രാ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇതെല്ലാം ബിരിയാണിയുടെ ഒപ്പം വന്ന സാധനങ്ങളാണ്. സലാഡ് ഉണ്ടാവും. പിന്നെ ഇതാണ് നമ്മുടെ ബ്രെഡ് അലുവ കേട്ടോ. എല്ലാ ബിരിയാണിക്കും കൂടെ അത്രയും ബ്രെഡ് അലുവ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ കോയമ്പത്തൂർ സ്പെഷ്യൽ ഒരു സാധനം കേട്ടോ. ഐസ് ബീഡാന്ന് എന്തോ ആണ് പേര്. സ്വീറ്റ് ബീഡൊക്കെ ഇല്ലേ, അത് തന്നെ കുറച്ച് കൂളിംഗ് ഉള്ളത്. പക്ഷെ എനിക്കിത് പൊതുവെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്തില്ലായിരുന്നു. രീതിയുണ്ട്, നമ്മളിത് മൊത്തം എടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഇത് അതിന് മുഴുവൻ വായിലുണ്ടോ. കോയമ്പത്തൂർ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ആകെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ നിന്ന് തിരിച്ചു പോകുന്നതാണ്. 6 മണിക്ക് പോരാ, 7 മണിക്ക് പോരാന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു 9:30 മണിയായപ്പോൾ ഞങ്ങൾ പെട്ടിയും കിടക്കൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഞങ്ങളുടെ ഈ ചെറിയൊരു വീഡിയോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.